ഇനി നമുക്ക് CorelDrawയിൽ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. CorelDraw ടൂൾ ബോക്സിലുള്ള ടെക്സ്റ്റ് ടൂൾ എന്ന ടൂൾ ഉപയോഗിച്ചാണ് നാം CorelDrawയിൽ ടൈപ്പ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ടൂൾ എന്ന ടൂൾ സെലക്ട് ചെയ്യുന്നതിനായി ടൂൾ ബോക്സിൽ നിന്നും ടെക്സ്റ്റ് ടൂൾ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ കീബോർഡിൽ F8 എന്ന ബട്ടൺ പ്രസ് ചെയ്തോ നമുക്ക് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഡോക്യുമെന്റിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് ടൂൾ ഈ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് കീബോർഡിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ CorelDraw എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ടൂൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ നാം ടൈപ്പ് ചെയ്ത വേർഡിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ് കാണുന്നത്. നമുക്ക് ഈ ടെക്സ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ടെക്സ്റ്റ് ഇതുപോലെ നമുക്ക് ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ പ്രോപ്പർട്ടി ബാറിൽ നിന്നും ഇവിടെ സ്റ്റൈൽ ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ടെക്സ്റ്റിന്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ടെക്സ്റ്റ് സ്റ്റൈല് കാണാവുന്നതാണ്. അതായത് ഡിഫാൾട്ട്, ആർട്ടിസ്റ്റിക് ടെക്സ്റ്റ്, ബുള്ളറ്റ് 1, ബുള്ളറ്റ് 2, സ്പെഷ്യൽ ബുള്ളറ്റ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ടെക്സ്റ്റ് സ്റ്റൈല് കാണാവുന്നതാണ്. കൂടാതെ ഇവിടെ ഫോണ്ട് ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമായ ഫോണ്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത ശേഷം ആ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്താൽ നാം ടൈപ്പ് ചെയ്ത വേർഡിലേക്ക് ആ ഫോണ്ട് അപ്ലൈ ആകുന്നതാണ്. നാം CorelDrawയിൽ ക്രിയേറ്റ് ചെയ്ത സാധാരണ ഒരു ഒബ്ജക്റ്റ് പോലെ ടൈപ്പ് ചെയ്ത വേർഡിനെയും ഇതുപോലെ പിക് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ടൈപ്പ് ചെയ്ത വേർഡ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കളർ പാലറ്റിൽ നിന്നും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ആ വേർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് കൂടാതെ ഇവിടെ ഫോണ്ട് സൈസ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ടൈപ്പ് ചെയ്ത വേർഡിന്റെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ പലതരത്തിലുള്ള ഫോണ്ട് സൈസ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സൈസ് ഇതുപോലെ ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താൽ മതിയാകും. കൂടാതെ നമുക്ക് ടൈപ്പ് ചെയ്ത വേർഡ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ വേർഡിന് ഒരു അണ്ടർലൈൻ ആവശ്യമെങ്കിൽ ഈ പ്രോപ്പർട്ടി ബാറിലുള്ള അണ്ടർലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ വേർഡിന് ഓട്ടോമാറ്റിക്കായി ഒരു അണ്ടർലൈൻ ക്രിയേറ്റ് ചെയ്തതായി കാണാം. നമുക്ക് CorelDrawയിൽ ടൈപ്പ് ചെയ്ത വേർഡ്സിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ഇവിടെ മെനു ബാറിൽ ടെക്സ്റ്റ് എന്ന മെനുവിലാണ് അടങ്ങിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് എന്ന മെനുവിലെ ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത വേർഡ്സിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി ഇവിടെ ടെക്സ്റ്റ് മെനുവിലെ ഫോർമാറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഫോർമാറ്റ് ടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ വേർഡിന്റെ ക്യാരക്ടർ നെയിം, പാരഗ്രാഫ്, ടാബ്, കോളംസ്, എഫക്റ്റ് എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനായി നമുക്ക് ഇപ്പോൾ ഈ ടെക്സ്റ്റ് ചെയ്ത വേർഡ് ഡിലീറ്റ് ചെയ്ത ശേഷം നമുക്കൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് ഈ പാരഗ്രാഫിനെ നാം മുമ്പ് പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്യുന്നതിനായി ടെക്സ്റ്റ് എന്ന ഓപ്ഷനിലെ ഫോർമാറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷനെ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ക്യാരക്ടർ, പാരഗ്രാഫ്, ടാബ്സ്, കോളംസ്, എഫക്ട്സ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. നമുക്കിതിൽ ക്യാരക്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്യാരക്ടർ എന്ന ഓപ്ഷനിൽ നമുക്ക് നാം മുമ്പ് പറഞ്ഞ പോലെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫോണ്ട് സൈസ്, ഫോണ്ടിന്റെ സ്റ്റൈല്, ഫോണ്ട് സ്ക്രിപ്റ്റ് എന്നിവ ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ നാം ടൈപ്പ് ചെയ്ത വേർഡ്സിന് അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ, ഓവർലൈൻ, അപ്പർ കേസ്, പൊസിഷൻ എന്നിവ അപ്ലൈ ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ടൈപ്പ് ചെയ്ത വേർഡ്സിന് ഒരു അണ്ടർലൈൻ അപ്ലൈ ചെയ്യുന്നതിനായി വേർഡ്സ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ അണ്ടർലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് സിംഗിൾ തിൻ വേർഡ്, സിംഗിൾ തിക്ക് വേർഡ്, ഡബിൾ തിൻ എന്നിങ്ങനെ വിവിധ അണ്ടർലൈൻ സ്റ്റൈലുകൾ കാണാവുന്നതാണ്. ഇവയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള അണ്ടർലൈൻ സ്റ്റൈല് സെലക്ട് ചെയ്താൽ ശ്രദ്ധിക്കുക, നമുക്കത് ഈ ഡോക്യുമെന്റിൽ കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള അണ്ടർലൈൻ സ്റ്റൈല് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ സ്ട്രൈക്ക് ത്രൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വേർഡ്സിന് സ്ട്രൈക്ക് ത്രൂ ലൈന് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് സ്ട്രൈക്ക് ത്രൂ ലൈന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്ട്രൈക്ക് ത്രൂ ലൈന് റിമൂവ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഓവർലൈൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഓവർലൈന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപ്പർ കേസ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് അപ്പർ കേസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് സ്മോൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. നമുക്ക് റിമൂവ് ചെയ്യുന്നതിനായി നൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. കൂടാതെ ഈ പൊസിഷൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് അതിന്റെ പൊസിഷൻ, അതായത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണോ സബ്സ്ക്രിപ്റ്റ് ആണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടെങ്കിൽ നൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്യാവുന്നതാണ്. അടുത്തത് പാരഗ്രാഫ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് അതിന്റെ പാരഗ്രാഫ് അലൈൻമെന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അലൈൻമെന്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആ പാരഗ്രാഫിന്റെ ലെഫ്റ്റ് അലൈൻമെന്റ് ആണോ, സെൻട്രൽ അലൈൻമെന്റ് ആണോ, റൈറ്റ് അലൈൻമെന്റ് ആണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പാരഗ്രാഫ് ലെഫ്റ്റ് അലൈൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെന്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക, പാരഗ്രാഫ് സെൻട്രൽ അലൈൻ ചെയ്യുന്നതാണ്. റൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പാരഗ്രാഫ് റൈറ്റ് അലൈൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അലൈൻമെന്റ് മെത്തേഡ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിന്റെ ക്യാരക്ടറിന്റെ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ക്യാരക്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ടാഗ് ചെയ്ത് നമുക്ക് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടാഗ് ചെയ്ത് നമുക്ക് വേർഡ്സിന്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് ശ്രദ്ധിക്കുക. കൂടാതെ ഇവിടെ ടാബ്സ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ടാബ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കോളംസ് സെറ്റ് ചെയ്യുന്നതിനും എഫക്ട്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും നമുക്ക് ഈ ഫോർമാറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് ടെക്സ്റ്റ് മെനുവിൽ എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. നമുക്ക് ടെക്സ്റ്റിനെ പല രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതിനായിട്ടാണ് എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്യുന്നതിനായി എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ Ctrl+Shift+T എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ എഡിറ്റ് ടെക്സ്റ്റ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ പാരഗ്രാഫിനെ അലൈൻ ചെയ്യുന്നതിനും ശ്രദ്ധിക്കുക. നമുക്കിവിടെ ലെഫ്റ്റ് അലൈൻ, സെൻട്രൽ അലൈൻ, റൈറ്റ് അലൈൻ എന്നിങ്ങനെ വിവിധ അലൈൻമെന്റ് മെത്തേഡ്സ് കാണാവുന്നതാണ്. കൂടാതെ നമുക്കിവിടെ നിന്നും ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്കിവിടെ ബോൾഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ പാരഗ്രാഫിനെ മുഴുവനായും ബോൾഡ് ആക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇറ്റാലിക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇറ്റാലിക്സ് ആക്കുന്നതിനും അണ്ടർലൈൻ അപ്ലൈ ചെയ്യുന്നതിനായി ഇവിടെ അണ്ടർലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇങ്ങനെ നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിനായി എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഇൻസേർട്ട് ക്യാരക്ടർ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, അതിനായി ഇൻസേർട്ട് ക്യാരക്ടർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമുക്ക് ഇവിടെ നിന്നും നമുക്ക് പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ഈ ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനായിട്ടാണ് ഇൻസേർട്ട് ക്യാരക്ടർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഇഷ്ടമുള്ള പലതരത്തിലുള്ള ക്യാരക്ടർ സ്റ്റൈൽസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ നിന്നും ഇഷ്ടമുള്ള ക്യാരക്ടർ സ്റ്റൈല് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അവയിൽ ഈ കോളംസിൽ നിന്നും ഇഷ്ടമുള്ള ക്യാരക്ടർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇൻസേർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ക്യാരക്ടർ ഈ ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ക്യാരക്ടർ ഈ ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്തതായി കാണാം. അതിനുശേഷം നമുക്ക് അതിൽ ഇഷ്ടമുള്ള കളർ നൽകുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കാത്ത ക്യാരക്ടേഴ്സിനെ ഇൻസേർട്ട് ക്യാരക്ടർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കോറൽ ഡ്രോയിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ടെക്സ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായുള്ള ടെക്സ്റ്റ് മെനുവിലെ റൈറ്റിംഗ് ടൂൾസ് എന്ന ഓപ്ഷനിലെ ഓപ്ഷൻസിനെ പരിചയപ്പെടാം. ഇവിടെ നമുക്ക് സ്പെൽ ചെക്ക്, ഗ്രാമാറ്റിക്, ക്വിക്ക് കറക്റ്റ്, ലാംഗ്വേജ് സെറ്റിംഗ്സ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് സ്പെൽ ചെക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്ത ടെക്സ്റ്റിലെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെ നോക്കാം. അതിനായി ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം സ്പെൽ ചെക്ക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ Ctrl+F12 എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ സ്പെൽ ചെക്ക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് സ്പെൽ ചെക്ക് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യേണ്ട വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഗ്രാഫിക്സ് എന്ന വേർഡ്
ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് മുകളിൽ ടൈപ്പ് ചെയ്ത വേർഡിന്റെ കറക്റ്റ് സ്പെല്ലിങ്ങിലുള്ള വേർഡ് താഴെ വരുന്നതാണ്. ശ്രദ്ധിക്കുക, അവയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട സ്പെല്ലിങ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ റീപ്ലേസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം ടൈപ്പ് ചെയ്ത് കൊടുത്ത വേർഡ് ഈ ലെറ്റേഴ്സിൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നതാണ്. നമുക്കിവിടെ ഗ്രാഫിക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം റീപ്ലേസ് അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ സ്പെൽ ചെക്ക് കംപ്ലീറ്റഡ്, ക്ലോസ് സ്പെൽ ചെക്കർ എന്ന ഓപ്ഷൻ വിൻഡോ വന്നിട്ടുണ്ട്. ഇപ്പോൾ അപ്ലൈ ചെയ്താൽ നാം സെലക്ട് ചെയ്ത വേർഡ് ഇവിടെ ചേഞ്ച് ചെയ്തതായി കാണാം. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് ടെക്സ്റ്റ് മെനുവിൽ റൈറ്റിംഗ് ടൂൾസിലെ ഗ്രാമാറ്റിക്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത വേർഡ്സിലെ ഗ്രാമർ ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്കതിനായി ഗ്രാമാറ്റിക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനും ഇവിടെ സ്കിപ്പ് വൺസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇവിടെ സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ള സെന്റൻസ് ഇവിടെ കാണിക്കുന്നതാണ്. നമുക്ക് സെന്റൻസ് സെലക്ട് ചെയ്ത് അത് റീപ്ലേസ് ചെയ്ത ശേഷം ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്താൽ അത് അപ്ലൈ ആവുന്നതാണ്. അടുത്തായി നമുക്ക് ടെക്സ്റ്റ് മെനുവിൽ റൈറ്റിംഗ് ടൂൾസിൽ ക്വിക്ക് കറക്റ്റ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം ടൈപ്പ് ചെയ്ത വേർഡിനെ എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ കറക്റ്റ് ചെയ്യേണ്ട വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വേർഡ് ആഡ് ചെയ്യപ്പെടുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ വേർഡിനെ കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്ക് അടുത്തതായി ടെക്സ്റ്റ് മെനുവിലെ ടെക്സ്റ്റ് സ്റ്റാറ്റിക്സ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന വേർഡ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, എത്ര ലൈൻസ് ഉണ്ട്, ഏത് ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് തുടങ്ങി നാം സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നമുക്ക് ടെക്സ്റ്റ് സ്റ്റാറ്റിക്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ടൈപ്പ് ചെയ്ത വേർഡ് സെലക്ട് ചെയ്ത ശേഷം ടെക്സ്റ്റ് മെനുവിൽ ടെക്സ്റ്റ് സ്റ്റാറ്റിക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന പേരിലൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാറ്റിക്സ് എന്ന ഓപ്ഷനിൽ ലൈൻസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് നാം സെലക്ട് ചെയ്ത പാരഗ്രാഫിൽ എത്ര ലൈൻസ് ഉണ്ട്, വേർഡ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് നാം സെലക്ട് ചെയ്ത ഈ പാരഗ്രാഫിൽ എത്ര വേർഡ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ഏത് ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ്. കൂടാതെ ഇവിടെ ഷോ സ്റ്റൈൽ സ്റ്റാറ്റിക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് നാം യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് സ്റ്റൈൽ കാണുന്നതിനും ആ ഫോണ്ട് സ്റ്റൈലിൽ എത്ര സ്റ്റൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിനും സാധിക്കുന്നതാണ്. നമുക്ക് ഈ ടെക്സ്റ്റ് സ്റ്റാറ്റിക്സ് വിൻഡോ ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് മെനുവിലെ ചേഞ്ച് കേസ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്ത പാരഗ്രാഫിനെ അപ്പർ കേസ് ആയിട്ട്, ലോവർ കേസ് ആയിട്ട്, സെന്റൻസ് ആയിട്ട് തുടങ്ങിയ രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെ നോക്കാം. അതിനായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട വേർഡ്സ് അല്ലെങ്കിൽ പാരഗ്രാഫ് സെലക്ട് ചെയ്ത ശേഷം ടെക്സ്റ്റ് മെനുവിൽ ചേഞ്ച് കേസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ടൈറ്റിൽ കേസ് എന്നിങ്ങനെ വിവിധ കേസുകൾ കാണാവുന്നതാണ്. ഇവിടെ സെന്റൻസ് കേസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി നമുക്ക് ഈ പാരഗ്രാഫിനെ സെന്റൻസ് കേസിലേക്കും, ലോവർ കേസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി ലോവർ കേസിലേക്കും, അതേപോലെ തന്നെ അപ്പർ കേസ്, ടൈറ്റിൽ കേസ്, ടഗിൾ കേസ് എന്നീ ഓപ്ഷനുകൾ ആക്റ്റീവ് ആക്കി അതാത് കേസുകളിലേക്ക് നമുക്ക് ഈ പാരഗ്രാഫിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യപ്രകാരമുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ സെന്റൻസ് കേസിലേക്ക് മാറിയതായി കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സിനിടയിൽ ഒരു പിക്ചർ പ്ലേസ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിന് നമുക്ക് ഒരു ഇമേജിനെ ഈ ഡോക്യുമെന്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഫയൽ മെനുവിൽ ഇമ്പോർട്ട് എന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഇമേജിനെ നമ്മുടെ ആവശ്യപ്രകാരമുള്ള വലിപ്പത്തിൽ സ്കെയിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഇമേജ് പ്ലേസ് ചെയ്യേണ്ട പൊസിഷനിൽ ആദ്യമായി ഇമേജിനെ അലൈൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം
ഈ ടെക്സ്റ്റിനെ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ടെക്സ്റ്റ് മെനുവിൽ കൺവേർട്ട് ടു പാരഗ്രാഫ് ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ Ctrl F8 എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ഈ ടെക്സ്റ്റിനെ പാരഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ കൺവേർട്ട് ടു പാരഗ്രാഫ് ടെക്സ്റ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പാരഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ട് ഈ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ടെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഈ ഇമേജിനെ ഈ പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക, നമുക്ക് എഡിറ്റ് മെനുവിൽ നിന്നും ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം പ്ലേസ് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് മൗസിന്റെ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആയി വന്നിരിക്കുന്ന മെനുസിൽ റാപ്പ് പാരഗ്രാഫ് ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ടെക്സ്റ്റിനുള്ളിൽ ഇമേജ് ഒരു പ്രത്യേക രീതിയിൽ പ്ലേസ് ചെയ്തതായി കാണാം. അതായത് നമുക്ക് ഇമേജിന് രണ്ടു വശങ്ങളിലുമായി ടെക്സ്റ്റ് അലൈൻ ചെയ്തിരിക്കുന്നതായി കാണാം. നമുക്ക് ഈ അലൈൻ ചെയ്തിരിക്കുന്ന രീതി ചേഞ്ച് ചെയ്യുന്നതിനായി ഇവിടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ജനറൽ എന്ന ഓപ്ഷനിൽ വാർ പാരഗ്രാഫ് ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് അലൈൻ ചെയ്തിരിക്കുന്ന രീതി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് കോണ്ടൂർ, ഫ്ലോസ് ലെഫ്റ്റ്, ഫ്ലോസ് റൈറ്റ്, സ്ട്രാൻഡിൽ ടെക്സ്റ്റ്, ഫ്ലോസ് ലെഫ്റ്റ്, ഫ്ലോസ് റൈറ്റ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, കോണ്ടൂർ, ഫ്ലോസ് ലെഫ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ ബ്ലാങ്ക് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ കോണ്ടൂർ, ഫ്ലോസ് റൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിൽ ബ്ലാങ്ക് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ആവശ്യമായ അലൈൻ മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ടെക്സ്റ്റ് വാർപ്പ് ഓഫ്സെറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ഒരു പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ലെറ്റേഴ്സിനിടയിൽ ഒരു ഇമേജിനെ മനോഹരമായ രീതിയിൽ അലൈൻ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് പാരഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നതിനായി ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് പാരഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. പാരഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത ശേഷം പാരഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ടെക്സ്റ്റിനുള്ളിൽ ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഒരു പാത്തിൽ കൂടി ടൈപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇപ്പോൾ പെൻ ടൂൾ ഉപയോഗിച്ച് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ പാത്തിൽ കൂടി ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി പാത്ത് ക്രിയേറ്റ് ചെയ്ത ശേഷം ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ടൂൾ പാത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മൗസ് കർസർ ഈ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. മൗസ് കർസർ ഈ രീതിയിൽ ചേഞ്ച് ചെയ്ത ശേഷം പാത്തിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം പാത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ഷനിൽ കർസർ ബ്ലിങ്ക് ചെയ്യുന്നതായി കാണാം. നമുക്ക് അതിനുശേഷം ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കീബോർഡിൽ എന്ത് ടൈപ്പ് ചെയ്താലും പാത്തിൽ കൂടി ടൈപ്പ് ചെയ്യപ്പെടുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് പാത്തിൽ കൂടി വളരെ ആകർഷകമായ രീതിയിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം പാത്തിൽ കൂടി ടൈപ്പ് ചെയ്ത വേർഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണാവുന്നതാണ്. ഇവിടെ ടെക്സ്റ്റ് ഓറിയന്റേഷൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ടെക്സ്റ്റിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പലതരത്തിലുള്ള ടെക്സ്റ്റ് ഓറിയന്റേഷനുകൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വെർട്ടിക്കൽ പ്ലേസ്മെന്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ടെക്സ്റ്റിന്റെ പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും നമുക്ക് ഈ പാത്തിന്റെ പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് പ്ലേസ്മെന്റ് നമുക്ക് ഇവിടെ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ പാത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ടെക്സ്റ്റിന് പാത്തിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ് എന്ന ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെയുള്ള പ്ലേസ് ഓൺ അതർ സൈഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാത്തിൽ കൂടി ടൈപ്പ് ചെയ്തിരിക്കുന്ന വേർഡിനെ റിവേഴ്സ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ
പാത്തിൽ കൂടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന വേർഡ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്തതായി കാണാം. ശ്രദ്ധിക്കുക, ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന വേർഡിലുള്ള ഈ റെഡ് കളറിലുള്ള ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പാത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് കോർൽഡ്രോയിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൽ ഈ കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്ത് കൊടുക്കുന്നതിന്, അതുപോലെ തന്നെ നമുക്ക് ടൂൾ ബോക്സിലുള്ള എഫക്ട് ടൂളുകൾ ഉപയോഗിക്കുന്നതിനും സാധിക്കുന്നതാണ്. അതായത് ഇന്ററാക്റ്റീവ് ഡ്രോപ്പ് ഷാഡോ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഈ ടെക്സ്റ്റിന് ഒരു ഡ്രോപ്പ് ഷാഡോ എഫക്ട് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഈ ടെക്സ്റ്റിന് മനോഹരമായ ഡ്രോപ്പ് ഷാഡോ എഫക്ട് കൊടുക്കുന്നതിനും അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്പെറൻസി ടൂൾ ഉപയോഗിച്ച് ടെക്സ്റ്റിന് ട്രാൻസ്പെറൻസി അപ്ലൈ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ടൂൾ ബോക്സിലുള്ള ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ പിക്ക് ചെയ്ത് നമുക്ക് ഓരോ ടെക്സ്റ്റിനെയും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിതുപോലെ ഈ ടെക്സ്റ്റിന്റെ താഴെയുള്ള ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ ടെക്സ്റ്റിനെയും മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് മനോഹരങ്ങളായ എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും പേജ് ലേഔട്ടുകൾ തയ്യാറാക്കുന്നതിനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കോറൽഡ്രോയിൽ മലയാളം വാക്കുകൾ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. മലയാളം വാക്കുകൾ ടൈപ്പ് ചെയ്യുന്നതിനായി വിൻഡോസിൽ തന്നെയുള്ള ക്യാരക്ടർ മാപ്പ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിനി ക്യാരക്ടർ മാപ്പ് വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മെനുവിൽ നിന്നും ആക്സസറീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിൽ സിസ്റ്റം ടൂൾസ് എന്ന ഓപ്ഷനിൽ ക്യാരക്ടർ മാപ്പ് എന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്യാരക്ടർ മാപ്പ് വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ക്യാരക്ടർ മാപ്പ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്യാരക്ടർ മാപ്പ് വിൻഡോ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ക്യാരക്ടർ മാപ്പ് വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ ഫോണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിന് താഴെയായുള്ള ഈ വിൻഡോയിൽ നിന്നും നമുക്ക് ആവശ്യമായ മലയാളം അക്ഷരങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ സെലക്ട് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് നമുക്ക് ക്യാരക്ടേഴ്സ് ടു കോപ്പി എന്ന ഈ വിൻഡോയിലേക്ക് നമുക്ക് ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ നമുക്ക് ആവശ്യമായ ക്യാരക്ടേഴ്സ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ക്യാരക്ടർ മാപ്പ് വിൻഡോയിൽ ഇതുപോലെ നമുക്ക് ആവശ്യമായ വാക്കുകൾ ടൈപ്പ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ആ വാക്കിനെ കോറൽഡ്രോ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഈ വിൻഡോയുടെ താഴെയുള്ള കോപ്പി എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ക്യാരക്ടർ മാപ്പ് വിൻഡോ മിനിമൈസ് ചെയ്യാം. ഇനി കോറൽഡ്രോ സോഫ്റ്റ്വെയറിൽ നാം ക്യാരക്ടർ മാപ്പ് വിൻഡോയിൽ ടൈപ്പ് ചെയ്ത ആ വേർഡ് പേസ്റ്റ് ചെയ്യുന്നതിനായി ആദ്യമായി നമുക്ക് കോറൽഡ്രോ സോഫ്റ്റ്വെയറിലുള്ള ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡോക്യുമെന്റിൽ നമുക്ക് ആവശ്യമായ പ്ലേസിൽ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കീബോർഡിൽ കൺട്രോൾ വി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ടൈപ്പ് ചെയ്ത വേർഡ് ഈ വിൻഡോയിലേക്ക് പേസ്റ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ശ്രദ്ധിക്കുക, മലയാളം പബ്ലിഷിംഗ് ആവശ്യങ്ങൾക്കും മറ്റുമായി നമുക്ക് കൂടുതൽ വാക്കുകൾ ടൈപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ഇതേപോലെ ക്യാരക്ടർ മാപ്പ് വിൻഡോയിൽ നിന്നും കൂടുതൽ വാക്കുകൾ സെലക്ട് ചെയ്യുക പ്രായോഗികമല്ല. അതിനാൽ നമുക്ക് ഐലീപ്പ്, ISM അതുപോലെയുള്ള മലയാളം ടൈപ്പിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ക്യാരക്ടർ മാപ്പ് വിൻഡോ ഉപയോഗിച്ച് കോറൽഡ്രോയിൽ ടൈപ്പ് ചെയ്ത് മനോഹരമായ ഗ്രീറ്റിംഗ് കാർഡുകളും അതേപോലെ ഐഡന്റിറ്റി കാർഡ് അതുപോലെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്.